പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ തന്നെ കണ്ടു കാണും. നമ്മൾ പ്രിൻസസ് കട്ട്, ഫ്രണ്ട് പ്രിൻസസ് കട്ടും ബാഗ് പ്രിൻസസ് കട്ട് ഇല്ലാതെ തന്നെ ഒറ്റ രീതിയിൽ തന്നെ വെട്ടുകയും അതുപോലെ തന്നെ 3/4 പഫുള്ള കൈ വെച്ച് ഹാഫ് ചൈനീസ് നെക്ക് വെച്ച് നമ്മൾ പ്രോഗ്രാമിനൊക്കെ കൂടുതലും ഡ്രസ് കോഡൊക്കെ ആയിട്ട് ചെയ്യാനുള്ളൊരു ബ്ലൗസാണ്. ഈ ബ്ലൗസ് നമ്മളെങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നും അതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണെന്നും പ്രിൻസസ് നമ്മൾ വെട്ടുമ്പോൾ ജോയിൻ്റ് ഏത് രീതിയിൽ എല്ലാ വണ്ണക്കാർക്കും ഏത് രീതിയിലാണ് നമ്മളിതിൻ്റെ അളവ് കൊടുക്കേണ്ടതെന്നും ജോയിൻറ്റിൻ്റെ കണക്കും കൈക്കുഴിയുടെ കണക്കും എല്ലാം കൂടെ പറയുന്ന ഒരു മോഡലിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് തന്നെ പോകാം, അധികം സമയം വൈകുന്നില്ല. അപ്പോൾ നിങ്ങൾ തികച്ചും ഒരു ബുക്കൊക്കെ എടുക്കുകയാണ്, ഇതിൻ്റെ അളവുകൾ തീർത്തും കുറിച്ചെടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. സാരി ബ്ലൗസിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് തുമ്പിങ്ങനെ സാരി ബ്ലൗസിന് ബാക്ക് പീസ് നമ്മൾ വെട്ടുമ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നു. ഇതിങ്ങനെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ 60 ഇഞ്ച് വീതിയിലുള്ള തേര് പീസിലാണ് ഞാൻ കാണിക്കുന്നത്. കറക്റ്റ് ഈ തേര് പീസും ഇങ്ങനെ നമ്മൾ ലൈൻ കൊടുത്ത് തേര് പീസിൻ്റെ ഭാഗത്തും നമ്മൾ തയ്യൽ തുമ്പ് ആദ്യം തന്നെ മാർക്ക് ചെയ്യണം. ഇതുപോലൊരു സ്കെച്ച് നിങ്ങൾ ആദ്യം തന്നെ ചിട്ട് ചെയ്യണം. 1/2 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുത്തു, 1/2 ഇഞ്ച് ഇവിടെയും തുമ്പ് കൊടുത്തു. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ലെങ്ത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യണം. സാരി ബ്ലൗസിൻ്റെ ബാക്ക് പീസൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ 15 ഇഞ്ച് ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും. ഇത്രയും കൃത്യമായി തന്നെ കൊടുക്കണം. അപ്പം ഹാഫ് ചൈനീസ് നെക്ക് വരുന്നത് കൊണ്ടും ഇല്ലേ ഫുൾ ചൈനീസ് നെക്ക് വന്നാലും നമ്മൾ ഷോൾഡർ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നോ അതുപോലെ തന്നെ കൊടുക്കണം. കാരണം സാരി ബ്ലൗസിൻ്റെ പോലെ ചൈനീസ് നെക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ചൈനീസ് നെക്ക് വെക്കുമ്പോൾ ഷോൾഡർ അധികം കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ പഫ് കൈ ആയതുകൊണ്ട് നിലവിലെ ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കും. 14 ഇഞ്ചാണ് ഞാൻ അളവെടുത്തത്. അപ്പോൾ നമ്മൾ 14 തന്നെ ഇത് ഫ്രണ്ട് കട്ട് ചെയ്യണം. $34 വണ്ണമാണ്. അതിൻ്റെ സെയിം 6 ഇഞ്ച് 6ൽ 1 കണക്ക് കൂട്ടി തന്നെ 5.5 ഇഞ്ച് കൈക്കുഴി തയ്യൽ തുമ്പ് തള്ളിയിട്ട് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ഹാഫ് നെക്ക് ആയതുകൊണ്ടും നമ്മൾ റൗണ്ട് നെക്കിൽ ഹാഫ് നെക്ക് കയറ്റുന്നത് കൊണ്ടും ഫുൾ പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടും നമ്മൾ ഫ്രണ്ടിൻ്റെ അളവിടുന്നത് 5 ഇഞ്ചാണ് ഫ്രണ്ട്. 2.5 ഇഞ്ച് തള്ളണം. 5 ഇഞ്ച് നമ്മൾ തീർന്ന് കിട്ടുന്നത് പോലെയാണ് മാർക്ക്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സാരി ബ്ലൗസിന് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയും റൗണ്ട് കൊടുക്കണം. ഇതുപോലെ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 34 ഇഞ്ചാണ് ഇതിൻ്റെ ബോഡി വണ്ണം. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസും കൂടെ ചേർത്താണ് നമ്മളിത് ആദ്യം ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കുകയാണ്. 34ൻ്റെ കൂടെ 4ഉം കൂടെ ചേർത്ത് 38, 38ൻ്റെ 4-1 9.5യുടെ ഒരു സ്കെച്ച് ആദ്യം തന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ ഇടവണ്ണം എന്ന് പറയുന്നത് 28ആണ്. 28ൻ്റെ 4-1 7. ഇത്രയും ഭാഗം നമ്മൾ ആദ്യം തന്നെ ഒരു മാർക്കിൽ ഒരു സ്കെച്ച് ഇട്ടണം. ഈ സ്കെച്ച് ഇട്ടതിന് ശേഷം നോർമലി നമ്മളിങ്ങനൊരു വര കൊടുത്തു വെക്കണം. അതായത് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നോ ആ രീതിയിൽ തന്നെ നമ്മൾ ആദ്യം ഒരു സ്കെച്ച് എടുക്കുന്നു. സ്കെച്ച് എടുത്തിട്ട് ഫ്രണ്ട് പീസ് നോർമലി തന്നെ ഇങ്ങനൊന്ന് മാർക്ക്. ഇതാണ് ഇതിൻ്റെ ആദ്യമായി നമ്മൾ ചെയ്യുന്നൊരളവ്. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുഴിയുടെ സെൻറ്റർ എത്രയും നോക്കി നമ്മൾ 5.5 ഇഞ്ചാണ് കൊടുത്തെങ്കിൽ 2.25 ഒരു മാർക്ക് കൊടുക്കണം. 2.25 ഒരു മാർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടി താഴ്ത്ത് ഒരു മാർക്ക് കൂടെ കൊടുക്കണം. അങ്ങനെ ഒരു മാർക്ക് നിലവിൽ അവിടെ കൊടുത്തു വെക്കുക. അതിലുപരി നമ്മൾ
9.5 ഇഞ്ചാണ് ബോഡി വണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 9.5 ഇഞ്ചിൻ്റെ സെൻറ്റർ, അതായത് 4.25 ഒരു മാർക്ക് ആദ്യം ഇവിടെ കൊടുക്കണം. 28ൻ്റെ 4/1 7 നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പം 7ൻ്റെ പകുതി 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം. എന്നിട്ട് ക്രോസ് ചെയ്ത് ഇതിലോട്ട് കൈക്കുഴിയുടെ ഇടം വരെ ഒരു വര. എന്നിട്ട് ഈ 1/2 ഇഞ്ച് താത്ത് കൊടുത്തിരിക്കുന്നതിലേക്ക് ഇങ്ങനെ വരച്ച് നിങ്ങൾ ആദ്യമേ ഒരു സ്കെച്ച് എടുക്കണം. മനസ്സിലായല്ലോ? എങ്കിലേ ഉള്ളൂ ഈ ബ്ലൗസ് ഇടുമ്പോൾ നമ്മുടെ ഏതൊരു വണ്ണമാണേലും ആ വണ്ണത്തിൻ്റെ അനുസരിച്ച് സെൻറ്റർ ഇവിടെ നിന്നെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ചിലർ പ്രിൻസസ് ബ്ലൗസ് വെട്ടി കഴിയുമ്പോൾ ഈ ജോയിൻ്റൊക്കെ ഈ സൈഡിലോട്ട് കയറിപ്പോയിട്ട് ഫ്രണ്ട് പീസ് ഒരു കുറച്ചേ കാണുള്ളൂ. അങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥമായ കാര്യം. എത്ര ബോഡി വണ്ണമാണോ അതിൻ്റെ നടുക്ക് തന്നെ ഇത് പോകണം. ഏത് പോകണം? നമ്മുടെ ജോയിൻ്റ് പോകണം. എന്നിട്ട് നോർമലി ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ഷേപ്പ് കൊടുത്തു. ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ ആദ്യത്തെ മാർക്ക്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, ഇത് ബാക്ക് പീസ് ജോയിൻ്റ് ഇല്ലാത്ത ഫ്രണ്ട് പീസിൽ മാത്രമേ നമ്മൾ ജോയിൻ്റ് കൊടുക്കുന്നുള്ളൂ. ആ രീതിയിലുള്ള ഒരു പ്രിൻസസ് കട്ടയാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി മാർക്ക് ചെയ്യണം. ഇതെങ്ങനെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി ഇങ്ങനെ മാർക്ക് കൊടുത്തിട്ട് ഈ മാർക്കിൽ കൂടെ തയ്യൽ തുമ്പ് തള്ളിയാണ് നമ്മൾ ആദ്യം വെട്ടുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പ്രിൻസസ് ബ്ലൗസിൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു കട്ടിങ്ങാണ് പറഞ്ഞു തരുന്നത്. നന്നായിട്ട് റൗണ്ടിൽ വെട്ടി കറക്റ്റ് അതിൻ്റെ ഒരു ഫ്രണ്ട് സ്കെച്ചായി. ഇനി നമ്മൾ വെട്ടാൻ പോകുന്നത് ഇതുപോലെ തന്നെ മുമ്പോട്ട് ഈ പീസ് നമ്മൾ കയറ്റിയിടണം. മനസ്സിലായല്ലോ? കയറ്റി ഇട്ടിട്ടാണ് വണ്ണം നമ്മൾ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്യണം. ഈ മാർക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വണ്ണം ഒരിക്കൽ കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് നമ്മൾ വെട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് 3/4 ഇഞ്ച് കയറ്റി ഇങ്ങോട്ട് ഇടണം. 3/4 ഇഞ്ച് കയറ്റി ഇങ്ങോട്ടിട്ട് ഈ വണ്ണത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി ഇങ്ങനെ മാർക്ക് ചെയ്യണം. അത് വേണം ഞാനൊരു വേറൊരു കളർ ചോക്കിൽ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് 9.5 ഇഞ്ചല്ലേ കിട്ടണ്ടേ? ഈ 9.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം. 9 മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടേണ്ടത്. 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, ഈ വര നോക്കുകയേ വേണ്ട. ഇത് നമ്മുടെ ആദ്യത്തെ സ്കെച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വരച്ചതാണ്. എന്നിട്ട് 1.25 ഇഞ്ച് ഇവിടെ തള്ളി വരയ്ക്കണം. എന്തിനാണ്? നമുക്ക് തയ്യൽ തുമ്പ്. ശേഷം ഇവിടുന്ന് ഈ നമ്മൾ നേരത്തെ കൊടുത്തൊരു മാർക്കുണ്ട്, ആ മാർക്ക് മായാതെ നോക്കണം. ആ മാർക്കിൽ നിന്ന് തന്നെ നമ്മൾ 5 മാർക്ക് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ചോക്ക് മാർക്ക് കൊടുക്കണം. ഇങ്ങനെ മനസ്സിലായോ? അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ ഫ്രണ്ട് പീസ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ 3/4 ഇഞ്ച് തള്ളി ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുക. 3/4 ഇഞ്ച് ഇങ്ങനെ തള്ളി
ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ യഥാർത്ഥ രീതി. അപ്പം നമ്മൾ ജോയിൻ്റ് ചെയ്ത ഒരു കാരണവശാലും നമുക്ക് ഇവിടെ പീസ് ഇത് പറ്റില്ല. കൃത്യം നമ്മുടെ അളവ് തന്നെ കിട്ടും. അപ്പോൾ ഈ മഞ്ഞച്ചോക്കിന് മാർക്ക് ചെയ്തത് നമ്മൾ ആദ്യത്തെ ഒരു സ്കെച്ചാണ്, അത് നോക്കുക. ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് പീസിൻ്റെ തുല്യമായ കണക്ക്. ഇത്രയും കാര്യം നിങ്ങൾ ബുക്കിൽ കുറിച്ചിടണം. ഇനി നമ്മളിതിൻ്റെ ബാക്ക് പീസ് വെട്ടാനായിട്ട് പോവുകയാണ്. ജോയിൻ്റ് ഇല്ലാത്ത ബാക്ക് പീസാണ്. ബാക്ക് പീസ് വെട്ടാൻ വേണ്ടി തുണി നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾ ഇത് 60 ഇഞ്ച് വീതിയാണ്, നിങ്ങൾ 36 ഇഞ്ച് വീതിയാണെങ്കിൽ അതുപോലെ നിങ്ങൾ ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ ഈ മാർക്കെല്ലാം ഇങ്ങനെ ഇവിടെ തള്ളിയിടുന്നു. മാർക്കിട്ടു, സാരി ബ്ലൗസ് ഇടുന്നതിലിട്ടു. ഈ പീസും നമ്മൾ ഇതുപോലെ തന്നെ ഈ ചോക്കുപാടിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ വരച്ചയിലേക്ക് മുട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കും. ഇതുപോലെ തന്നെ ഇടും. പിന്നെ നിങ്ങൾ ഒരു കണക്കും നോക്കണ്ട, സ്കെച്ച് വെച്ച് തന്നെ വെട്ടിയാൽ മതി. ഇപ്പം നമ്മൾ കയറ്റി കൊടുക്കുന്നത് 2 ഇഞ്ച് നമ്മൾ ബാക്ക് പീസ് കയറ്റി കൊടുക്കണം. 2 ഇഞ്ച് ബാക്ക് പീസ് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വരും. ഇങ്ങനെ വര കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ 14 തീർന്ന് കിട്ടുന്ന പോലെ, 14 ഇഞ്ചാണ്, 14 തീർന്ന് കിട്ടുന്ന പോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിങ്ങനെ വെട്ടുന്നു. ചായ കുടിച്ച് പറയാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയിടുക. കൃത്യം. അപ്പോൾ നമുക്ക് ബാക്ക് പീസുമായി ഫ്രണ്ട് പീസുമായി. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാക്ക് പീസിൻ്റെ ഈ നിലവിൽ നമ്മൾ 2 ഇഞ്ച് തള്ളി വെട്ടിയ ഷോൾഡർ മുമ്പോട്ട് മറിക്കണം. ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നെക്ക് മാർക്ക് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ നെക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഈ ഭാഗം മുമ്പോട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ മാർക്ക്. എന്നിട്ട് ഇത് 1/2 ഇഞ്ച് ഇവിടെ കുഴിച്ചു വിട്ടാണ്. 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കും. അതായത് ചൈനീസ് നെക്കിൻ്റെ സെൻറ്റർ നമ്മൾ മനസ്സിലാക്കണം. കണ്ടു? ഇത്രയും മനസ്സിലാക്കി. ഇനി നമ്മളിങ്ങനെ പിടിച്ചു പോകും. കണ്ടോ? കറക്റ്റ് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസുമായി. ഇനി നമ്മൾ ചെയ്യുന്നതിനാണ് നമുക്ക് ചൈനീസ് നെക്കിൻ്റെ ഒരു കണക്കെടുക്കണം. ചൈനീസ് നെക്ക് നമ്മൾ കൊടുക്കുന്നത് തയ്യൽത്തും ഇവിടെ 1/2 ഇഞ്ച് തള്ളിയിട്ട് 3 ഇഞ്ച് ഇറങ്ങി നിൽക്കുന്നവരാണ്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് നമ്മൾ ചൈനീസ് നെക്കിൻ്റെ അളവ് നോക്കുന്നത് എത്ര ഇഞ്ച് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് 1/2 ഇഞ്ച് തള്ളിയിട്ട് ഇത് ഇങ്ങനെ ടേപ്പ് പിടിച്ച് അളവ് നോക്കണം. 2.25. ഈ 2.25 ഇങ്ങോട്ടും വെക്കണം. അപ്പോൾ എത്ര വന്നു? 11. ആ 11 ഇഞ്ച് നമ്മൾ ചൈനീസ് നെക്ക് വെട്ടിയാൽ മതി. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഈ ബാഗിൻ്റെ ഷോൾഡർ തള്ളിയിട്ട് ഒരു 1/2 ഇഞ്ച് തള്ളി ഇങ്ങനെ ടേപ്പ് പിടിക്കുന്നു. 2.25. ഈ 2.25 ഇവിടെ 1/2 ഇഞ്ച് തള്ളിയിട്ട് ഇങ്ങനെ വെക്കണം. ഇതാണ് നമ്മുടെ ചൈനീസ് നെക്ക്. ഹാഫ് ചൈനീസ് നെക്ക് വന്ന് നിൽക്കേണ്ടത് ഇവിടം വരെ. ഇവിടെ ഒരു മാർക്കും കൊടുക്കണം. ഇപ്പം നമുക്ക് ബാക്ക് പീസുമായി ഫ്രണ്ട് പീസുമായി. ഇനി നമ്മൾ ഈ ബാഗ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ചോക്കൊക്കെ കൊടുത്താൽ നമുക്ക് കറക്റ്റ് കൈക്കുഴി എത്രത്തോളം ഉണ്ടെന്ന് അളന്ന് നോക്കാം. ഇതിങ്ങനെ അളക്കണം. അപ്പോൾ കൈക്കുഴിയുടെ സെൻറ്ററും നമുക്ക് പിടികിട്ടും. മാക്സിമം 16 വന്നിട്ടുള്ളൂ കേട്ടോ. ഇഞ്ച് നമുക്ക് കൈ മതി. ഇത്രയും മാറ്റിക്കൊണ്ട് ഇനി നമ്മൾ പഫ് കൈ വെട്ടാൻ പോകുന്നതിലേക്ക് പോവുകയാണ്. 3/4 കൈയുടെ നീളം 13.5 ഇഞ്ചാണ്. ഇങ്ങനെ വരച്ചു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും തള്ളി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഫിന് നമ്മൾ ഇടുന്നത് 2 ഇഞ്ച് 3 ഇഞ്ച് വരെ നമുക്ക് ഫ്ലേറ്റ് കൊടുക്കാം. നമുക്ക് 2.5 ഇഞ്ച് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു. ഇതും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇത് കൃത്യം ഇങ്ങനെ തന്നെ നമ്മൾ ഒരു വരയും കൂടെ കൊടുക്കണം. ഇനിയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ കണക്കിലേക്കുള്ള
കൈക്കുഴി താക്കുന്നു. ഇവിടുന്ന് 2.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം. ഒന്നും കൂടെ മാർക്ക് ചെയ്തത് ഇങ്ങനെ ഒരു അളവ് കൊടുത്തിട്ട് ഈ മാർക്കിൽ നിന്ന് വേണം നമ്മൾ എന്ത് വേണം, നമ്മുടെ കൈ നീളം മാർക്ക് ചെയ്യാൻ. കൈ നീളം 3/4 കൈ മാർക്ക് ചെയ്തു. മടക്കി വയ്ക്കുന്ന തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. 9.5 ഇഞ്ചാണ് കൈ ലൂസ് ഇട്ടിരിക്കുന്നത്, 4.5 മാർക്ക് ചെയ്തു. നമുക്ക് ഇതിങ്ങനെ സ്ക്വയർ വരച്ചിട്ട് പഫ് ഇട്ട് കഴിയും നമുക്ക് കിട്ടേണ്ട 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് സ്കെയിലിന് നമ്മൾ ഇങ്ങനെ കൊടുക്കും. 1.25 ഇഞ്ച് തയ്യൽ തുണി കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പപ്പ പൊങ്ങി നിൽക്കും. പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കൈ വെട്ടുവാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ കൈ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഫ്ലീറ്റ് പിടിക്കുമ്പോൾ തന്നെ കണ്ടോ കൈ പൊങ്ങി വരുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലീറ്റ് ഇടും കണ്ടോ. അപ്പം പഫ് നല്ലതുപോലെ പൊങ്ങി വരിക, നമുക്ക് പൊങ്ങി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൂട്ടുമ്പോൾ ഈ പഫ് പൊങ്ങി നിൽക്കുകയും ചെയ്യും. സാരി ബ്ലൗസ് ഇതിൻ്റെ പോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് കൈ നിൽക്കുകയും ചെയ്യും. ഇനി ഫ്രണ്ട് പീസ് 3/4 ഇഞ്ച് നമ്മൾ എപ്പോഴും വെട്ടുന്ന പോലെ തന്നെ 3/4 ഇഞ്ച് നമ്മൾ എടുത്ത് കൊടുക്കണം. ഫ്രണ്ട് 3/4 ഇഞ്ച് കൈയുടെ എടുത്ത് വെട്ടുമ്പോൾ ഇതിലേക്ക് കയറി പോകരുത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ 1/2 ഇഞ്ച് തള്ളി തുടങ്ങി ചെറിയ രീതിയിൽ ഫ്രണ്ടൊന്ന് കുഴിച്ച് വെട്ടി ഇവിടം കൊണ്ട് നിൽക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൈ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടിങ് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രിൻസസ് ബ്ലൗസ് കട്ടിങ്, ബാക്ക് ബാക്ക് ഒറ്റവെട്ട് കഴുത്താണ്. അതുപോലെ തന്നെ നോക്കി ചെയ്യുക. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ആ ചൈനീസ് നെക്ക് ഷേപ്പ് കൊടുക്കേണ്ടതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ചൈനീസ് നെക്ക് നമ്മൾ വക്രത്തിൽ തന്നെ വെട്ടിയാൽ മതി. തുണിയിൽ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. അത് നമ്മൾ ഷേപ്പ് ഇല്ലാത്ത ഒരു സൈഡ് ആയതുകൊണ്ട് നമ്മൾ നീളത്തിൽ തന്നെ വെട്ടിയാൽ മതി. വെട്ടി തുണിയിൽ നമ്മൾ വെട്ടുവാണെങ്കിൽ 11 ഇഞ്ച് ആണ് നമുക്ക് നെക്ക്. ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതേ സ്കെച്ച് 1 ഇഞ്ചിൽ തന്നെ വെട്ടി ഇങ്ങനെ നമ്മൾ വക്രത്തിൽ തന്നെ വെട്ടിയെടുത്ത് ഒരു വക്രമെടുത്ത് ഇതുപോലെ തന്നെ നെക്ക് വെട്ടിയെടുത്ത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്ലിയറിൽ നെക്ക് ഇതേ മോഡലിൽ 15 വെട്ടിയെടുക്കുക. എന്നിട്ട് വക്രം വെച്ചിട്ട് വക്രത്തിന് വെച്ച് ഇത് വെട്ടിയെടുത്ത് ഒട്ടിച്ചെടുത്തിട്ട് ഇതിൽ തന്നെ നമ്മൾ പൈപ്പിംഗ് വെച്ച് തയ്ക്കണം. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് ഒരു കനം കുറഞ്ഞ ക്യാൻവാസോ അല്ലെങ്കിൽ കട്ടിയുള്ള വക്രമോ മേടിച്ച് അതിൽ ചൈനീസിനൊക്കെ ഇതേ മോഡൽ ഇതേ അളവിൽ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്ത് അത് ഒട്ടിച്ചതിന് ശേഷം ചുറ്റോട് ചുറ്റും പൈപ്പിംഗ് കൊടുത്തിട്ട് അതുപോലെ തന്നെ പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ കൈയുടെ അറ്റത്തും പൈപ്പിംഗ് കൊടുക്കുക. ഈ നെക്കിൻ്റെ കുറുകയും പൈപ്പിംഗ് കൊടുത്തിട്ടാൽ പ്രോഗ്രാമിനൊക്കെ നല്ലതായിരിക്കും. ഇതേ ഷേപ്പിൽ തന്നെ വെട്ടിയിടുക. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ബാക്കി പറഞ്ഞു തരാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്